ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗ്ലാദേശ് സ്വദേശിയാണ് അറസ്റ്റിലായതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇയാളുടെ പേര് മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹ്സാദ് എന്നാണ്. ഒരു ഹൗസ് കീപ്പിംഗ് ഏജൻസിയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. നേരത്തെ ഇയാൾ താരത്തിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൗസ് കീപ്പിംഗ് ഏജൻസിയിലെ ജീവനക്കാരനായ ഷെഹ്സാദ് ജോലിയുടെ ഭാഗമായാണ് സെയ്ഫിന്റെ വീട്ടിൽ എത്തിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വീട് വൃത്തിയാക്കാൻ എത്തിയപ്പോൾ വീട്ടിലെ ക്രമീകരണങ്ങളെല്ലാം ഷെഹ്സാദ് മനസ്സിലാക്കിയിരിക്കാമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഷെഹ്സാദ് പല പേരുകളിലാണ് ഇവിടെ കഴിഞ്ഞത്. വിജയ്ദാസ്, ബിജോയ്ദാസ്, മുഹമ്മദ് ഇല്യാസ്, ബിജയ് എന്നീ പേരുകളിലാണ് ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. ഞായറാഴ്ച രാവിലെയാണ് ഇയാളെ പിടികൂടിയത്. താനെയിൽ നിന്നാണ് 30-കാരനായ പ്രതിയെ പോലീസ് പിടികൂടിയത്. ഇയാളുടെ കൈവശം തിരിച്ചറിയൽ രേഖകളൊന്നും ഇല്ലെന്നാണ് മുംബൈ പോലീസ് പറയുന്നത്. 5-6 മാസം മുൻപാണ് ജോലി തേടി ഇയാൾ മുംബൈയിലെത്തിയത്. വിജയ്ദാസ് എന്നാണ് പ്രതി ആദ്യം പേര് വെളിപ്പെടുത്തിയത്. ആക്രമണത്തിന് താനെയിലെ ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുകയായിരുന്നു. മറ്റൊരു വ്യാജ പേരിലാണ് ഇയാൾ ഇവിടെ ജോലി ചെയ്തിരുന്നത്. ഇയാൾ കൊടും ക്രിമിനലാണെന്നാണ് പോലീസിന്റെ നിഗമനം. കുറ്റകൃത്യം നടത്തി സ്ഥലം വിട്ട ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾ വസ്ത്രം മാറിയിരുന്നു. പ്രതിയെ കണ്ടെത്താൻ വൻ തിരച്ചിലാണ് മുംബൈ പോലീസ് നടത്തിയത്. ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, ക്രൈം ഇന്റലിജൻസ് യൂണിറ്റ് എന്നിവ സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്. ബാന്ദ്ര പോലീസ് സംശയാസ്പദമായ ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ 5 മണിക്കൂറിനു ശേഷം ഇയാളെ വിട്ടയച്ചു. കാരണം CCTVയിൽ പതിഞ്ഞ അക്രമിയുടെ രൂപസാദൃശ്യമുള്ളയാളായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണത്തിന്റെ ഞെട്ടലിലാണ് മുംബൈ നഗരം. ആരുമറിയാതെ കെട്ടിടത്തിനുള്ളിൽ അക്രമി കടന്നെത്തിയത് എങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത്. വീടിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിലൊന്നിലും അക്രമി വീടിനകത്ത് കടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ലെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സെയ്ഫ് കരീന ദമ്പതികളുടെ വസതിയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലും ഇത്തരത്തിൽ ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനർത്ഥം അക്രമി വളരെ മുൻപ് തന്നെ വസതിയിൽ എത്തിയിരുന്നു എന്നാണ്. അത്രയും നേരം ആ വീട്ടിൽ ഒളിച്ചു കഴിയണമെങ്കിൽ വീടിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ഒരാളുടെ സഹായം ആവശ്യമാണ്. അത് വീടിനകത്ത് നിന്നുള്ള ഒരാളാവാനുള്ള സാധ്യത കൂടുതലാണെന്നും പോലീസ് സംശയം പ്രകടിപ്പിച്ചിരുന്നു. സംഭവത്തിൽ 3 ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്നു. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ജീവനക്കാരെയാണ് ചോദ്യം ചെയ്തത്. കരീന കപൂറിന്റെ അടക്കം മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്രമി സെയ്ഫിനെ ആവർത്തിച്ച് കുത്തുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റിയുള്ളൂ. എത്രയും പെട്ടെന്ന് പോവുകയും ചെയ്തു. സംഭവത്തിന് ശേഷം സഹോദരി കരീഷ്മ കപൂർ എത്തിയാണ് തന്നെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്നും കരീന വെളിപ്പെടുത്തി.